ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാരംഭം കുറിക്കുവാൻ അല്ലെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യുവാൻ. ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ദാസി മിസ്സിസ് ഏലിയമ്മ ജേക്കബ് എന്നെ ഇതിന് ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടക്കുന്നതിൽ കാണിക്കുന്ന തീഷ്ണത, പ്രിയ സഹോദരി കാണിക്കുന്ന തീഷ്ണത സ്വർഗത്തിലെ ദൈവം കാണുകയും ദൈവം അനുഗ്രഹിക്കുകയും ദൈവം തൻ്റെ വലിയ കരങ്ങളാൽ, ശക്തിയുള്ള വിശാലമേറിയ കരങ്ങളാൽ നമ്മെല്ലാവരെയും താങ്ങിക്കൊള്ളട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളേവരെയും നിങ്ങളെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. എന്നാലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയും സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഞാൻ വാസ്തവത്തിൽ നമ്മുടെ പാസ്റ്റർ എസ് ജേക്കബ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ മുൻ പ്രസിഡൻ്റാണ്. അതിനുപരി വളരെ സീനിയറായിട്ടുള്ള നാം അല്ലെങ്കിൽ ഞാൻ ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുന്ന ഒരു മാന്യദ്ദേഹമാണ്. അദ്ദേഹം ഇവിടെ ഉള്ളതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വാസ്തവത്തിൽ ഒരു പ്രസംഗത്തിനോ ഒരു സന്ദേശത്തിനോ വലിയ പ്രാധാന്യമില്ല. കാരണം നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥനയോട് ഇരിക്കുവാൻ പോവുകയാണ്. എന്നാൽ അതിനുള്ളൊരു മനസ്സൊരുക്കം എന്ന നിലയിൽ മനസ്സൊന്ന് പാകപ്പെടുത്തുക എന്നുള്ളത്, നമ്മളിപ്പം പല കാര്യങ്ങൾ കഴിഞ്ഞാണ് വരുന്നത്. എന്നാൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തോട് അപേക്ഷിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുവാൻ ഈ അവസരം ദൈവം ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. വിമൻസ് മിനിസ്ട്രീസ് ഡയറക്ടർ മിസ്സസ് ഏലിയമ്മ ജേക്കബ് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. സംസാരിക്കുന്ന എൻ്റെ ശക്തിയും നിങ്ങളുടെ പ്രാർത്ഥനയാണ്. എല്ലാവരും പ്രാർത്ഥനയോട് കൂടെ ഇരിക്കണമേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ, എനിക്കറിയാം എനിക്കൊരു അരമണിക്കൂറുണ്ടല്ലോ സാർ, അല്ലേ? അരമണിക്കൂർ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാൻ പോവുകയാണ്. പക്ഷേ നമുക്കൊരു അല്പസമയം വേദഭാഗം വായിച്ച് വേദഭാഗത്തിൽ നിന്ന് ചിന്തിച്ച് നമുക്ക് കടന്നു പോകാം. ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ അപ്പോസ്തല പ്രവൃത്തികൾ 16 എല്ലാവരും എടുക്കണം. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ വേദപുസ്തകം കൊണ്ടുവരത്തില്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 30-ഉം 31-ഉം കിട്ടിയവരൊന്ന് ഉറക്കെ വായിക്കണം. വായിച്ചാട്ടെ. നമുക്ക് ഈ പശ്ചാത്തലം നന്നായിട്ടറിയാം. കാരാഗ്രഹ പ്രമാണിയെ പുറത്ത് കൊണ്ടുവന്നിട്ട്, അല്ല, അവരെ ശീലാസിനെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കുവാനുള്ള വാഞ്ചയോടുകൂടെയാണ് ഇവിടെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്, അല്ലേ? നാം എല്ലാം രക്ഷിക്കപ്പെടണം. രക്ഷ പ്രാപിക്കുവാനുള്ള വാഞ്ചയോടും ആഗ്രഹത്തോടും കൂടെയാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എങ്കിൽ
അങ്ങനെ എങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? എന്താണ് അവിടെ പറയുന്ന മറുപടി? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നാട്ടുഭാഷയിൽ വേദപുസ്തകം തർജ്ജിമ ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടുന്ന ഒരു മാന്യ അദ്ദേഹം ഈ ഭാഗത്ത് വന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഇത് തർജ്ജിമ ചെയ്യണം. ഇത് തർജ്ജിമ ചെയ്യാൻ എല്ലാ ഭാഗത്തും നോക്കിയിട്ടും എല്ലാ ശബ്ദകോശങ്ങളും മുങ്ങിത്തപ്പിയിട്ടും അനുചിതമായ ഒരു വാക്ക് കിട്ടിയില്ല. വിഷമിച്ചു. ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഈ വിശ്വസിക്കുക എന്നുള്ള വാക്ക് എങ്ങനെ ആ നാട്ടുഭാഷയിൽ തർജ്ജിമ ചെയ്യും? അവസാനം ഒരു വ്യക്തി പറഞ്ഞു, നിന്റെ സകല ഭാരവും യേശു ക്രിസ്തുവിന്റെ മുകളിൽ ഇടുക, അവൻ നിന്നെ നോക്കിക്കൊള്ളും. അതാണ് വിശ്വാസം. നിന്റെ സകല ഭാരവും, ജീവിത ഭാരവും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ ഇടുക. അതിനാണ് നിങ്ങളുടെ കൂടിയിരിക്കുന്നത്. അത് വഹിക്കാൻ കെൽപ്പുള്ള ദൈവം നമുക്കുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ഭാരങ്ങൾ ഇടുക. അതാണ് വിശ്വാസം. എന്നെ പുലർത്തിക്കൊള്ളും, എന്നെ നോക്കിക്കൊള്ളും എന്നുള്ളൊരു വിശ്വാസം. എൻ്റെ തമ്പുരാൻ എന്നെ കാത്തുകൊള്ളും എന്നുള്ള വിശ്വാസം. This is a universal question. What must I do to be saved? ഞാൻ രക്ഷ പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് ലോകവ്യാപകമായി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് സംസ്കാര സമ്പന്നരായ ഗ്രീക്കുകാർ ഉത്തരം പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ? വലിയ ഗോപുരങ്ങൾ പണിതു. നമ്മൾ വായിക്കുന്നുണ്ട്, വലിയ വലിയ ഗോപുരങ്ങൾ പണിതു. എന്താണ്? ഇനിയൊരു വെള്ളപ്പൊക്കം വന്നാൽ നശിക്കരുത്. വലിയ സമ്പന്നരായ, സംസ്കാര സമ്പന്നരായ ഗ്രീക്കുകാർ വലിയ ഗോപുരങ്ങൾ പണിതാണ് ഇതിന് മറുപടി കണ്ടത്. രക്ഷ പ്രാപിക്കുവാൻ മറ്റു ചിലർ അഗ്നിദേവന്മാർക്ക് അവരുടെ മക്കളെ ബലി കഴിപ്പിച്ച് അവരുടെ മക്കളെ ബലി കഴിച്ച് അവർക്ക് രക്ഷ പ്രാപിക്കുവാൻ അവർ ശ്രമിക്കുന്നു. ഇനിയും മറ്റ് ചില സ്ത്രീകൾ, അമ്മമാർ തൻ്റെ കൈക്കുഞ്ഞിനെ എടുത്ത് ഗംഗാനദിയിൽ കൊണ്ടുപോയി ഗംഗാനദിയിൽ വലിച്ചെറിഞ്ഞിട്ട് രക്ഷ പ്രാപിക്കുവാൻ പോകുന്നു. ഇതാണ് മോക്ഷം, ഇതാണ് രക്ഷ എന്ന് കരുതി അങ്ങനെ പോകുന്നു. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒന്നും ചെയ്തല്ല നമ്മൾ രക്ഷ പ്രാപിക്കാൻ പോകുന്നത്. ഈ 1, 2, 3 ഞാൻ പറഞ്ഞത് ചെയ്യത്തില്ല. നമ്മൾ ഗോപുരം പണിയത്തില്ല, മക്കളെ അഗ്നിദേവൻ അർപ്പിക്കത്തില്ല, കുഞ്ഞുങ്ങളെ കൊണ്ട് ഗംഗാ നദിയിൽ ഒഴുക്കത്തില്ല. പക്ഷേ എന്ത് ചെയ്യും? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കും. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കണം. അങ്ങനെ ഒരു സന്തോഷത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമെങ്കിൽ സന്തോഷം എന്താ കാണിക്കാത്തത്? നിങ്ങൾ അങ്ങനെ ഒരു സന്തോഷത്തിലാണെങ്കിൽ, നിങ്ങൾ അങ്ങനെയാണ്, എല്ലാവരും നിങ്ങളുടെ കൈകളൊന്ന് ഉയർത്തിയാട്ടെ. എല്ലാവരും ഉയർത്തണം. ഹല്ലേലൂയ. എല്ലാവരും ഉയർത്തിയാട്ടെ. ഉയർത്താത്തവരുണ്ട്. ആ ഉയർത്തിയ കൈയൊന്ന് അടിച്ചാട്ടെ. സ്വർഗത്തിലെ ദൈവം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാത്തിനും സ്തോത്രം ചെയ്താട്ടെ. ദൈവം കൈ നമ്മളടിക്കുന്നത് ഉത്സാഹത്തോടെ ആയിരിക്കണം. ഉത്സാഹത്തോടെ, വിടുതലോടെ നാം ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കും. അതിന് സംശയം വേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുവാനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അപേക്ഷയാണ്. ഒരു ജഡ്ജിനോട് നമ്മളൊരു അപേക്ഷ കൊടുക്കുക, ഞാൻ ജഡ്ജിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു യൂസേജാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ റിക്വസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ അപേക്ഷകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ അപേക്ഷകളും ദൈവത്തെ അറിയിക്കുവാനാണ് വന്നത്. ആ ദൈവം നിങ്ങളുടെ അപേക്ഷ കേൾക്കും. അതിന് സംശയം വേണ്ട. നാം എല്ലാം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മളെല്ലാം സംഘർഷപൂരിതമാണ് നമ്മുടെ ലോകം, നാം ജീവിക്കുന്ന ലോകം. നമ്മുടെ മുന്നിൽ
എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള വിഷമത്തിലാണ് പലരും ഇരിക്കുന്നത്. ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വങ്ങളും ആശങ്കകളും നമുക്കുണ്ട്. എങ്കിൽ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാക്കുവാൻ ദൈവകൃപയും നടത്തിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് സാധ്യമാണ്. ആ ദൈവകൃപയും നടത്തിപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനാണ് നാം ഇവിടെ ഇരിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. ആ ദിവ്യമായ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയ സഹോദരിമാരെ, അത് നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് നിന്റെ ദൈവത്തോട് നിന്റെ പ്രശ്നം എന്ത് എന്ന് പറയണം. അതായിരിക്കണം നിന്റെ പ്രാർത്ഥന. വേണ്ടേ? നിന്റെ പ്രശ്നം എന്തെന്ന് നിന്റെ ദൈവത്തോട് പറയണം. എനിക്കറിയാം എല്ലാവരുടെയും കയ്യിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ട്, ചെറിയ ബ്രീഫ്. ഇപ്പോൾ ചിലർ കയ്യിൽ ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ ഇല്ലല്ലോ ഉണ്ട്. ഒന്നുകൂടെ നോക്കിയാൽ, നിങ്ങളുടെ കയ്യിലൊന്ന് നോക്കിയാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ട്. ആ ബ്രീഫ് കേസ് നിങ്ങൾ കാണത്തില്ല. ആ ബ്രീഫ് കേസ് നിറച്ച് അൺറിസോൾവ്ഡ് പ്രോബ്ലംസ് ആണ്. പരിഹരിക്കാൻ പറ്റാത്ത, പരിഹരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത പ്രശ്നങ്ങളുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബ്രീഫ് കേസ് മുഴുവൻ, നിങ്ങളുടെ സൂട്ട് കേസ് മുഴുവൻ പ്രശ്നങ്ങളാണ്. അത് തുറക്കുവാനാണ് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. അല്ലേ വിമൻസ് മിനിസ്ട്രീസ് ഡയറക്ടറെ? അതിനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബ്രീഫ് കേസ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സൂട്ട് കേസ് ഇവിടെ വെച്ച് നിങ്ങൾ തുറക്കും. തുറന്നതിന് പരിഹാരം കണ്ടിട്ട് ഇവിടുന്ന് കടന്നു പോകും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നീ അനുഭവിക്കുന്ന വേദന എന്ത് എന്ന് നിന്റെ ദൈവത്തോട് പറയണം. നിനക്ക് ജീവിതത്തിൽ വേദനകൾ ഉണ്ടെങ്കിൽ അത് എന്ത് എന്ന് നിന്റെ ദൈവത്തോട് പറയണം. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതികൂലം എന്ത് എന്ന് നിന്റെ ദൈവത്തോട് പറയണം. ഇന്ന് നീ അനുഭവിക്കുന്ന വ്യത എന്ത് എന്ന് നിന്റെ ദൈവത്തോട് പറയണം. ഞാൻ ആരോട് പറയണമെന്നാണ് പറഞ്ഞത്? നിനക്ക് വേണ്ടി കരുതുന്ന ദൈവത്തോടാണ് പറയണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. നിനക്ക് വേണ്ടി എന്നും കരുതൽ നടപടികൾ സ്വീകരിക്കുന്ന ദൈവത്തോടാണ് നീ പറയണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയില്ലേ? നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം. നാം വളരെ പാടി തേഞ്ഞിട്ടുള്ളൊരു പാട്ടായിരിക്കും, പക്ഷേ നാം സ്ഥിരം പാടാറുള്ളൊരു പാട്ടുണ്ട്. എന്താണ്? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ചെങ്കടലിലോ ചെങ്കടലിലോ വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഇടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ മാറ്റം വരാത്ത ദൈവത്തിൻ്റെ വചനത്തെ പറ്റിയാണ് സ്വല്പസമയം ചിന്തിക്കുന്നത്. വ്യക്തമായി ഇതിനകത്ത് ഈ വേദപുസ്തകം മുഴുവൻ വാഗ്ദത്തങ്ങളാണ്. നിന്നെ കൈവിടാത്ത ദൈവത്തിൻ്റെ ഈ വേദപുസ്തകത്തിൽ മുഴുവൻ വാഗ്ദത്തങ്ങളാണ്. ഇത് ആരോ എണ്ണി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. 3300 വാഗ്ദത്തങ്ങൾ ഈ വേദപുസ്തകത്തിലുണ്ടെന്ന് നമുക്ക് വേണ്ടി. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, പക്ഷേ ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അത് 3300 ആണെന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല.
പക്ഷെ അങ്ങനെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് വാക്തത്വങ്ങൾ ദൈവം ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഈ വാക്തത്വങ്ങൾ ചോദിക്കുവാനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അതിനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അതിനാണ് വന്നിരിക്കുന്നത്. ഈ വാക്തത്വങ്ങൾ ദൈവമേ എൻ്റെ മേലിൽ എനിക്ക് നീ തരയണമേ എന്ന് യാചിക്കുവാനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. എന്നാൽ അതിൽ വെറും 3 വാക്തത്വങ്ങൾ മാത്രം നാം ഇന്ന് കണക്കിലെടുത്തിട്ട് നാം ഇവിടുന്ന് കടന്നു പോകും. 3 അനർഘമായ, അമൂല്യമായ, അരുമയായ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നാം ഇന്ന് പരിഗണിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നു പോകും. God has promised us His presence, അവൻ്റെ സാന്നിധ്യം, ഹിസ് പ്രൊട്ടക്ഷൻ, അവൻ്റെ സംരക്ഷണം, ഹിസ് പ്രൊവിഷൻ, അവൻ്റെ സഹായം. 3 കാര്യങ്ങളാണ് നാം പരിഗണിക്കുന്നത്. അവൻ്റെ സാന്നിധ്യം, സംരക്ഷണം, അവൻ്റെ സഹായം. ഈ 3 കാര്യങ്ങൾ നാം പരിഗണിച്ചിട്ട് അവൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള വാക്തത്വമുണ്ട്. അതുകൊണ്ടാണ് നാം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ വാക്തത്വമാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ ഉണ്ടാകും. ദൈവത്തിൻ്റെ സാന്നിധ്യം, അവൻ്റെ സംരക്ഷണം, അവൻ്റെ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ദൈവം സംരക്ഷിച്ചത് കൊണ്ടാണ് നാം എല്ലാം ഇവിടെ ആയിരിക്കുന്നത്. അല്ലെ എന്നെ മൺമറഞ്ഞു പോകേണ്ടതാണ്, ഞാൻ ഉൾപ്പെടെ. അവൻ്റെ സംരക്ഷണം നമ്മുടെ മേലുണ്ടാകും. അവൻ്റെ കരുതൽ, അവൻ്റെ സഹായം നമ്മോടൊപ്പം ഉണ്ടാകും. തീർച്ചയായിട്ടും അവൻ്റെ കരുതൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അവൻ്റെ കരുതൽ അനുഭവിച്ച വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ്റെ സംരക്ഷണം, അവൻ്റെ സഹായം, അവൻ്റെ കരുതൽ, അവൻ്റെ സാന്നിധ്യം, ഇതെല്ലാം നമ്മോടൊപ്പമുണ്ട്. വാസ്തവത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം എടുക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം ഞാൻ വായിക്കാൻ പറയുമ്പോൾ പ്രിയ സഹോദരികൾ വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം മാത്രം നമുക്ക് 7 വാക്തത്വങ്ങൾ നമുക്ക് കാണാം. വാക്തത്വം 1 വാക്യം 2, 14-ാം അധ്യായം വാക്യം 2. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പിന്നെന്താണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. മതി. അതാണ് ദൈവത്തിൻ്റെ കരുതൽ. 1-ാമത്തെ വാഗ്ദത്തം ദൈവത്തിൻ്റെ കരുതൽ. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. വാഗ്ദത്തം 2 വാക്യം 3 വേറെ ഒരാൾ വായിക്കണം. അതെ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിൻ്റെ സ്തോത്രം. പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞ് തിരിച്ചു വന്ന് നിങ്ങളെ ഞാൻ അങ്ങോട്ട് ചേർത്തുകൊള്ളും. അതാണ് വാഗ്ദത്തം 2. വാഗ്ദത്തം 3 വാക്യം 12. അതെ, ഞാൻ എന്താണ് പറയുന്നത്? വാക്യം 12. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. നിങ്ങൾ എന്ത് മനസ്സിലാക്കി അതിൽ നിന്ന്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? അപ്പോൾ എന്താ അവിടെ പറയുന്നത്? യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും. ആമേൻ പറയാമോ? ആമേൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും എന്നാണ് വേദപുസ്തകം പറയുന്നത്. നിങ്ങൾ ദൈവം ചെയ്ത പ്രവൃത്തി, യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്നാണ് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ. വാക്തത്വം 4 വാക്യം 13. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. അപേക്ഷിക്കുവാനാ ഉപവാസ പ്രാർത്ഥന. വേദപുസ്തകം പറയുന്നത് നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. എന്താണ് ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ധൈര്യമായിട്ടിരുന്നാട്ടെ.
സന്തോഷത്തോടെ ഇരുന്നാട്ടെ. ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്നു, അത് ചെയ്തു തരുമെന്ന് വേദപുസ്തകം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. എന്താണത്? ഒന്നുകൂടെ പറയണോ? അത് എനിക്ക് ഒന്നുകൂടെ കേൾക്കണോ? അത് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ അപേക്ഷിക്കാൻ പോവുക. ഈ ദിവസം ഇവിടെ ഇരുന്ന് നിങ്ങൾ അപേക്ഷിക്കുവാൻ പോവുക. വേദപുസ്തകം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ധൈര്യമായിട്ട് അപേക്ഷിച്ചാട്ടെ, ധൈര്യമായിട്ട് ദൈവത്തോട് ചോദിച്ചാട്ടെ. ദൈവം നിങ്ങൾക്ക് അത് ചെയ്തു തരും. വാഗ്ദത്തം 5:16. അതെ, ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ മധ്യേ വരും. ധൈര്യമായിട്ടിരുന്നാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യയുണ്ട്. വാഗ്ദത്തം 6:27. വാഗ്ദത്തം 6:27. ആ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതിനേക്കാൾ വലുത് എന്താ വേണ്ടത്? നിനക്ക് എത്ര പണം ഉണ്ടായാലും എന്താ? നിനക്ക് എത്ര വലിയ സ്ഥാനം ഉണ്ടായാലും എന്താ? നിനക്ക് ലോകത്തിലെല്ലാം ഉണ്ടായാലും സമാധാനമില്ലെങ്കിലോ? സമാധാനമില്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് കാര്യമില്ല. ഞാൻ നിനക്ക് എന്ത് ചെയ്യും? സമാധാനം നിനക്ക് തന്നേച്ചു പോകുന്നു. തമ്പുരാൻ പോയപ്പോൾ നിനക്ക് സമാധാനം തന്നിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഈ ലോകത്തിലെ ആൾക്കാർക്ക് ഒരു സമാധാനവും തരാൻ സാധിക്കത്തില്ല. തമ്പുരാനോട് ചോദിച്ചാൽ നിനക്ക് സമാധാനം തരും. അതുകൊണ്ട് നീ ഭ്രമിക്കരുത്, കലങ്ങുകയും അരുത്. അതാണ് വാഗ്ദത്തം 6. വാഗ്ദത്തം 7:28. ആ അതെ, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. ഇതാണ് നമ്മുടെ പ്രത്യാശ. പോയവൻ തിരിച്ചു വരും, മടങ്ങി വരും. അതെ, ഈ മടങ്ങി വരും. ഇപ്പോൾ ഒരു സഹോദരി ഇവിടെ നിന്ന് പറഞ്ഞു മടങ്ങി വരുമെന്ന്. ആരാ? മറിയാം ലീലാമ്മ പറഞ്ഞു. ഈ മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടില്ല. വീണ്ടും വരും, തിരികെ വരും. ഈ തിരികെ വരിക, മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പം പായിപ്പാടുന്നാണ് വരുന്നത്. ഞാൻ ഇത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ ഇത് കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകും. പായിപ്പാടിന് വന്നിടത്തേക്ക് മടങ്ങിപ്പോകുന്നു. തമ്പുരാൻ മടങ്ങി വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. എന്തിന്? നിനക്ക് വാസസ്ഥലം ഒരുക്കുവാൻ. തിരിച്ചു വരും. നിനക്ക് സ്ഥലം ഒരുക്കിയതിന് ശേഷം മടങ്ങി വരും. ദൈവത്തിന് നമ്മൾ 7 വാഗ്ദത്തങ്ങൾ വായിച്ചില്ലേ? നമ്മൾ 7 വാഗ്ദത്തങ്ങൾ വായിച്ചു. ഈ വാഗ്ദത്തങ്ങളെല്ലാം ചൂണ്ടിക്കൊണ്ടാണ് പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2 പത്രോസ് 1:4. ഒന്ന് വായിക്കണേ, പെട്ടെന്ന് വ്യക്തമായിട്ട് വായിക്കണം. 2 പത്രോസ് 1:4. പത്രോസിൽ ആ ആ ആ ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ ഇടവരുന്നു. ഈ വാഗ്ദത്തങ്ങളിൽ നിന്നും നാം അതിൻ്റെ അന്തസ്സത്ത, അതിൻ്റെ ആകത്തുക നാം എടുക്കണം. ഈ വാഗ്ദത്തങ്ങളുടെ അന്തസ്സത്ത അല്ലെങ്കിൽ ആകത്തുകയാണ് അവൻ്റെ സാന്നിധ്യം, അവൻ്റെ സംരക്ഷണം, അവൻ്റെ കാവൽ, അവൻ്റെ കരുതൽ, അവൻ്റെ സഹായം. നാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ
നാം പലപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാൻ മറന്നു പോകുന്നു. അത് ശരിയല്ലേ? നന്ദി അർപ്പിക്കുവാൻ നാം മറന്നു പോകുന്നു. അല്ലെങ്കിൽ നാം അതൊക്കെ അങ്ങ് നടന്നോളും, അതൊക്കെ എനിക്ക് അല്ലെങ്കിലും കിട്ടുമായിരുന്നു, ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി. ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ തരുമ്പോൾ ചിലപ്പം അത് ഞാൻ ഇന്നത് ചെയ്തുകൊണ്ട് എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയത്, എൻ്റെ ഇന്നാൾ സഹായിച്ചത് കൊണ്ടായിരിക്കും കിട്ടിയത്, അതൊക്കെ അങ്ങ് നടന്നു പോകും എന്ന് നാം ചിന്തിക്കുന്നു. നന്ദി പറയുവാൻ മറന്നു പോകുന്നു നാം. അതാണ് പാട്ടുകാരൻ പാടിയിട്ടുള്ളത്. എന്താണ്? നന്ദിയോ ഞാൻ സ്തുതിപ്പാ എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ചെയ്തൊരു ഇന്നു നന്ദി ചൊല്ലുന്നു. നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോ, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോ, നീയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ Amen. The promise of his presence. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദത്തം. My presence shall go with thee. എൻ്റെ സാന്നിധ്യം നിന്നോട് ഉണ്ടായിരിക്കും. എൻ്റെ സാന്നിധ്യം നിന്നോട്. ഇത് മനുഷ്യൻ്റെ വാഗ്ദത്തമല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എൻ്റെ സാന്നിധ്യം നിന്നോട്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യം നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്നുള്ള വാഗ്ദത്തം നീ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 43:1 മുതൽ 3 വരെ പെട്ടെന്നൊന്ന് വായിക്കണം. ഇതിന് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ വേദവസ്തു എടുക്കാൻ തയ്യാറായിരിക്കണം. എല്ലാത്തിനും നല്ല ഉത്സാഹത്തോടെ ഉത്സാഹത്തോടിരിക്കണം. യെശയ്യാവ് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ പേടിക്കരുത്, നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ അത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതിനുശേഷം എന്തെങ്കിലും പറയുന്നുണ്ടോ? നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവികയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേട്ടിട്ട് ഇന്ന് ആരും ചെന്ന് നദിയിലെടുത്ത് ചാടരുത്, ചാടി അബദ്ധം പറ്റും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ വെള്ളം നിന്റെ മേലെ പോകത്തില്ല. തമ്പുരാൻ തരുന്ന വാഗ്ദത്തമാണിത്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ആ വെള്ളം നിന്റെ മേലെ പോകത്തില്ല. ഞാൻ ഇത്രയും നാളും വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ വെള്ളം എൻ്റെ മീതെ പോയി. എന്നാൽ തമ്പുരാന്റെ വാഗ്ദത്തം ഇന്ന് നിന്നോടൊപ്പമുണ്ട്. എന്താണ്? നീ വെള്ളത്തിൽ കൂടി നടന്നാൽ അത് നിന്റെ മേലെ കവികയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഈ വാഗ്ദത്തം ഇതാണ് ഞാൻ പറഞ്ഞത്. 3300 വീട് എത്രയെങ്കിലും ആവട്ടെ, ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങൾ ഈ വേദപുസ്തകത്തിലുണ്ട്. ഇപ്രകാരമുള്ള വാഗ്ദത്തങ്ങൾ. നീ വെള്ളത്തിൽ കൂടി നടന്നാൽ, നീ നദിയിൽ കൂടി പോയാൽ അത് നിന്റെ മേലെ കവികയില്ല. ദൈവം വാഗ്ദത്തം നിവർത്തിക്കുന്നവനാണ്. അത് മറന്നു പോകരുത്. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ അത് നിന്നെ കൊടുക്കില്ല. ഇതൊക്കെ അങ്ങ് സഹിക്കാം. അത് അടുത്ത വാക്യമാണ്. ഒന്ന് നോക്കി.
നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. നാം ഇത് കണ്ടതാണോ? എവിടെ കണ്ടു? ശദ്രക്, മേശക്, അബേദ്നെഗോ കണ്ടതാണോ ഇത്? അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിർവഹിക്കുന്ന വാഗ്ദത്തങ്ങളാണ് ഈ പറയുന്നത്. നീ the only thing is you must be a believer. നീ ഒരു വിശ്വാസിയായിരിക്കണം, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരിക്കണം. എങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം നടത്തിത്തരും. ആമേൻ പറയാമോ? ആമേൻ. നീ വിശ്വസിക്കുന്നവനാണെങ്കിൽ ഒറ്റ കണ്ടീഷണൽ, ദീസ് പ്രോമിസസ് ആർ കണ്ടീഷണൽ. only one condition, you must be a believer. നീ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാകണം. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നടക്കും. തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകയില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. യെസ്, നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ രക്ഷകൻ. വാസ്തവത്തിൽ വീണ്ടും പാട്ടുമായി വരുക. തീയിൽ കൂടി നടന്ന് നീ വെന്തു പോകും, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ? ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമായി, കോരാവിലെന്നെ ശാശ്വത ഭുജങ്ങള മാർവോടണച്ചിടും നമുക്കൊന്നുകൂടെ പാടാത്. തീയിൽ കൂടി നടന്ന നീ വെന്തു പോകും, മുക്കാൻ കഴിയും. ഓക്കെ, ദൈവം തൻ്റെ അനുഗ്രഹം, ഇതിനേക്കാൾ മഹത്തരമായ എന്ത് വാഗ്ദത്തമാണ് നിങ്ങൾക്ക് വേണ്ടത്? വെള്ളത്തിൽ കൂടി നടന്നാൽ നദി നിന്റെ മേലെ കവിയുകയില്ല, തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോവുകയില്ല, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ പറയാമോ ഒന്ന്? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം നിനക്ക് തരുന്ന വാഗ്ദത്തം വലിയ വാഗ്ദത്തങ്ങളാണ്. അത് നിറവേറുന്ന ദൈവമാണ്. വാഗ്ദത്തങ്ങൾ തരിക മാത്രമല്ല, അത് നിറവേറുന്ന ദൈവമാണ് നീ ഇന്ന് ആരാധിക്കുന്നത്. അവൻ്റെ മഹത്വത്തിനും മഹിമയ്ക്കും ഉതകുന്ന വാഗ്ദത്തം വേദപുസ്തകത്തിൽ നമ്മുടെ പൂർവികന്മാർ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചതായി നാം വായിക്കുന്നു. ഉദാഹരണത്തിന്, ഓടിപ്പോയ യാക്കോബ് അത്ഭുത സ്തബ്ധനായി ഇപ്രകാരം പറഞ്ഞു. ഉൽപ്പത്തി 28:16 പെട്ടെന്നൊന്ന് വായിക്കണം. യഹോവ അറിയത്തില്ലയോ? യഹോവ ഈ സ്ഥലത്തുണ്ട്. 28:16 ഒന്ന് പെട്ടെന്ന് വായിക്കണം. യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. യാക്കോബ് പറയുന്നു, ഇത് വാസ്തവത്തിൽ യാക്കോബിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായ ഒരു സംഭവമാണ്. നിന്റെ ജീവിതത്തിൽ ഇന്ന് മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാവണം. യഹോവ ഈ സ്ഥലത്തുണ്ട്, അത് ഞാൻ അറിഞ്ഞില്ല, അതായിരുന്നു സത്യം. യാക്കോബിന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാക്കിയ സംഭവമാണ്. എൻ്റെയും നിന്റെയും ജീവിതത്തിൽ അതുണ്ടാകണം. നമുക്ക് മനസ്സിലാകണമെങ്കിൽ തുടർന്ന് നാം വായിക്കാം. വാക്യങ്ങൾ 20 മുതൽ 22 വരെ ഒന്ന് വായിക്കണം. അതെ, ദൈവം എന്നോട് കൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. നീ തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് മറന്നു പോകല്ലേ പ്രിയ സഹോദരിമാരെ, ദയവ് ഇത് മറക്കല്ലേ.
ഈ വാഗ്ദത്തങ്ങളെല്ലാം നിനക്കുള്ളതാ. പക്ഷേ എന്തു ചെയ്യണം? ശബ്ദം പതുക്കെ ആക്കിയത് എന്താണെന്നറിയാം? ഇതങ്ങ് ഹൃദയത്തിലോട്ട് പോകണം, മുകളിൽ കൂടെ പോകല്ലേ. എനിക്ക് ദൈവം തരുന്ന സകലത്തിലും ഞാൻ എത്രയാണെന്ന് ഞാൻ പറയണോ? വേണ്ടല്ലോ. ഞാൻ ദശാംശം തരും. നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ, വീട്ടിൽ പോയി നിങ്ങളുടെ കണവനോടും ഇത് പറയണം, കുട്ടികളോടും പറയണം. ദൈവത്തിൻ്റെ ദശാംശം ദൈവത്തിനുള്ളതാണ്. ദൈവത്തെ നമുക്ക് യു ക്യാനോട്ട് റോബ് ഗോഡ്. പക്ഷെ എന്നാലും നിങ്ങൾ ദൈവത്തെ ദൈവം ഇത് ചെയ്യരുത്. ദൈവത്തിൻ്റെ ശാപം നമുക്കുണ്ടാകരുത്. നിനക്ക് തരുന്ന എല്ലാത്തിനും ദശാംശം തരും. ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾ യാക്കോബ് ചെയ്തതുപോലുള്ള ഒരു നേർച്ച നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകമായ ദൈവത്തിന് നേരണം. നിങ്ങളിവിടെ വെച്ച് നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയണം. ദൈവം എന്നോട് ഇവിടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്നൊരു തീരുമാനം നിങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് എടുക്കണം. ചെയ്യില്ലേ പ്രിയ സഹോദരിമാർ? ചെയ്യണം. യോന പ്രവചൻ്റെ കഥ നമുക്കറിയാം. യാക്കോബിനെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ച കേസാണ്. അവൻ്റെ അവസ്ഥയും ദാവീദ് രാജാവിൻ്റെ ഗതി പോലെയായിരുന്നു. 139 7 8 എന്ന് വായിക്കണം. സങ്കീർത്തനങ്ങൾ 139 7 8. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? നിൻ തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാളയത്തിലേക്ക് എന്നെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്. എവിടെ പോയാലും നിന്റെ കൈകൾ അവിടെയുണ്ട്. എനിക്ക് നിന്നെ ഒളിച്ച് ഈ ഭൂലോകത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എനിക്ക് ഈ ലോകത്തിൽ ഒന്നും തന്നെ നിന്നെ ഒളിച്ച് ചെയ്യാൻ സാധ്യമല്ല. ഞാൻ എവിടെ പോയാലും, പാതാളത്തിൻ്റെ അടിയിൽ പോയാലും, ഞാൻ പാതാളത്തിൻ്റെ അടിയിൽ എൻ്റെ കിടക്ക വിരിച്ചാലും നിന്റെ സാന്നിധ്യം അവിടെയും ഉണ്ട്. യോന ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കാൻ ഉദാസീനത കാണിച്ചെങ്കിലും 3 രാവും പകലും ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം അനുഭവിച്ചറിഞ്ഞവനാണ് യോന. 1:17 ഒന്ന് പെട്ടെന്ന് വായിക്കണം. 1:17. അയ്യോ, യോന നോക്കുക എവിടെ? പെട്ടെന്നെടുക്ക്. 1:17. അതെ, 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ ദൈവത്തിൻ്റെ ഉറപ്പുള്ള സാന്നിധ്യം നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ടോ? ഉച്ചത്തിൽ മുഴങ്ങണം. മത്സ്യത്തിൻ്റെ വയറ്റിൽ യോനായെ സംരക്ഷിച്ച ദൈവം, തീയിൽ കൂടി പോകുമ്പോൾ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും സംരക്ഷിച്ച ദൈവം. വീണ്ടും അവൻ ആവർത്തിച്ച് നമ്മളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 28:20, ഞാനോ ലോകാവസാനത്തോളം. പെട്ടെന്ന് വായിക്കാമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞങ്ങ് പോകും. പെട്ടെന്ന് വായിക്കാമോ? മത്തായി 28:20. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. എൻ്റെ പ്രിയ വിശ്വാസികളെ, നമുക്ക് ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണാൻ സാധിക്കത്തില്ലായിരിക്കാം. അവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. നമുക്ക് എപ്പോഴും മുട്ടിന്മേൽ നിൽക്കാൻ സാധ്യമല്ല, പക്ഷേ അവൻ്റെ നാമം നമ്മുടെ നാവിന്മേൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, അവൻ്റെ നാമത്തെ സ്തുതിക്കുന്ന, അവന് ഹല്ലേലൂയ പറയുന്ന ആദരം വരും നാളുകളിൽ നമുക്കുണ്ടാകണം.
രണ്ടാമത്തെ പെട്ടെന്ന് ഞാൻ തീർക്കാം. ദ പ്രോമിസ് ഓഫ് ഹിസ് പ്രൊട്ടക്ഷൻ. അവൻ്റെ സംരക്ഷണത്തിൻ്റെ വാഗ്ദാനം. ശലോമോൻ രാജാവ് തൻ്റെ വിവേകത്താൽ ഇപ്രകാരം എഴുതുന്നു, 127 യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ അല്ലെങ്കിൽ നാം കൈക്കൊള്ളുന്ന എല്ലാ കരുതൽ നടപടികളും വ്യർത്ഥമത്രേ. വേദപുസ്തകവും പുസ്തകവും വിശ്വാസികൾ തരുന്ന ഉറപ്പും കാവലും നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നു. 91:4 എന്താണ് പറഞ്ഞത്? തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാർത്ഥിക്കും. ഞാൻ പെട്ടെന്ന് പോകുക, കാരണം സമയമില്ല. പെട്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നില്ല. സങ്കീർത്തനം 34:7 യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. സങ്കീർത്തനങ്ങൾ 125:2 പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്ന പോലെ യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നിന്നെ കാക്കുന്നവൻ നിന്റെ കാൽ വഴുകുവാൻ യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ മേൽ എത്ര വലുതായിരിക്കും എന്നറിയുമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 21:18 പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകയില്ല. നിങ്ങളുടെ തലയിലെ ഒരു രോഗം പോലും നശിച്ചു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതിശയകരമായ സംരക്ഷണം, വിടുതൽ നമുക്കൊന്ന് ഓർത്തു നോക്കാം. യോസേഫിന് ഈജിപ്തിൽ കിട്ടിയ സംരക്ഷണം, എരിയുന്ന തീച്ചൂളയിൽ ശദ്രക്, മേശക്, അബേദ്നെഗോയ്ക്ക് കിട്ടിയ സംരക്ഷണം, പിന്നെ സിംഹക്കൂട്ടിൽ ദാനിയേലിന് കിട്ടിയ സംരക്ഷണം, ദാവീദ് രാജാവിൻ്റെ ശത്രുക്കളിൽ നിന്ന് ലഭിച്ച സംരക്ഷണം, അതിൻ്റെ എല്ലാം നന്ദി ആയിട്ടാണ് നാം സങ്കീർത്തനങ്ങൾ വായിക്കുന്നത്. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയും കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. യഹോവ അന്നും ഇന്നും മതിയായവനാകുന്നു. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരെ കരുതിയ ദൈവം നമ്മളെ കരുതിക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ ആത്മീയ യാത്ര നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം? അവൻ നമുക്ക് വേണ്ടി കരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് പറയുന്നത്, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. ആ കരുതുന്ന നടപടികൾ നാം സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിശയകരമായ ശ്രേഷ്ഠമായ വിശിഷ്ടമായ വാഗ്ദത്തം നാം 26:26 വായിക്കുന്നു. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നു, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരല്ലോ. ദൈവത്തിൻ്റെ ഈ വാഗ്ദത്തം, അവനിൽ വിശ്വസിക്കുന്നവരെ അവൻ കരുതിക്കൊള്ളും എന്ന ഉറപ്പാണ് നമുക്ക് തരുന്നത്. അങ്ങനെ അതേ ദൈവത്തിന് നാം മഹത്വം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ പറയുവാൻ നാം മടിക്കരുത്. കാരണം നമ്മെ കരുതുന്ന ദൈവമാണ്. ഈ ദൈവം വാഗ്ദത്തം മാത്രമല്ല, നിർവഹിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്ന ദൈവമാണ്. ഈസ് എ ഗോഡ് ഹു പെർഫോംസ്. ഈ വാഗ്ദത്തം തന്നിട്ട് നിന്നെ വിടുന്നവനല്ല, നിനക്ക് വേണ്ടി ഈ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നവനാണ്. യേശുവിനോട് കൂടെ നടക്കുകയും അവൻ്റെ പച്ചപ്പുകളിൽ മേയുകയും ചെയ്യുമ്പോൾ ഒരു പുതുജീവൻ നമുക്ക് കൈവരും. സമൃദ്ധിയായ ജീവൻ വേണമെങ്കിൽ രോഗങ്ങൾ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ഞാൻ നിർത്തിക്കൊള്ളാം, പെട്ടെന്ന് നിർത്തിയേക്കാം. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. യെശയ്യാവ് 53:4 സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ 53:4 പെട്ടെന്ന് വായിക്കണം, നമുക്ക് ആവശ്യമാണ്. 53:4 യെശയ്യാവ് 53:4 മതി. യേശു രോഗത്തിൻ്റെ ദൈവമല്ല. രോഗം നല്ലതല്ല, എന്നാൽ സൗഖ്യം നല്ലതത്രേ. ഇന്ന് ഈ സഭയിൽ, ഈ കൂട്ടത്തിൽ സൗഖ്യം നല്ലതത്രേ. പലരും രോഗമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ രോഗത്തിനും സൗഖ്യത്തിനും ഒരിടത്തു നിന്ന് വരാൻ പറ്റത്തില്ല. രോഗത്തിനും സൗഖ്യത്തിനും ഒരിടത്തു നിന്ന് വരാൻ പറ്റത്തില്ല. നീ രോഗത്തോടെ വന്നിരിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ ഡയബറ്റിക്കുമായിട്ടായിരിക്കാം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്യാൻസറായിട്ട് വന്നിരിക്കുന്നതായിരിക്കാം.
ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുപോയ രോഗം എക്സ്റേയിൽ തെളിയുന്നില്ല, സ്കാനിങ് റിപ്പോർട്ടിൽ തെളിയുന്നില്ലായിരിക്കാം. എന്നാൽ നിന്റെ ശരീരത്തെ മെനഞ്ഞവനായ ദൈവം യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആ ഇന്ന് രോഗത്തിൻ്റെ ദിവസമല്ല, ദൈവം നിന്റെ രോഗത്തെ ശമിപ്പിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നടത്തും. രോഗത്തിനും സൗഖ്യത്തിനും ഒരിടത്തു നിന്ന് പുറപ്പെടാൻ സാധ്യമല്ല. കയ്പിനും മധുരത്തിനും ഒരിടത്തു നിന്ന് വരാൻ പറ്റത്തില്ല. ഇസ്രായേൽ ജനത്തെ നോക്കി യേശു ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. ഇസ്രായേൽ മക്കളെ സൗഖ്യത്തോടെ നടത്തിയ ദൈവം. ദൈവത്തിൻ്റെ വചനം വാളാണ്, തീയാണ്. അത് വെട്ടേണ്ടതിനെ വെട്ടും, ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ നിയമകാലത്ത് ഒരു ജാതിയെയല്ല, ഒരു സമൂഹത്തെ അല്ല, ഒരു സഭയല്ല, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് നീ ഉടഞ്ഞ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, അടിപ്പിണരുകളാൽ തകർക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, തകർച്ചയിൽ നിന്നും നീ തകർച്ചയിലേക്ക് പോകുന്നുവെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുന്നു, യേശു തകർന്നു പോകുവാൻ പിതാവായ ദൈവം സമ്മതിച്ചില്ല. അങ്ങനെയെങ്കിൽ നീയും നിലംപരിചാകുവാൻ പോകുന്നില്ല. അത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ മതിയാവും. നീയും ഇന്ന് നിലംപരിചാകുവാൻ പോകുന്നില്ല. ഒരിക്കൽ ഒരു ഭീകരമായ തീപിടുത്തം, ഞാൻ നിർത്തുക, ഭീകരമായ തീപിടുത്തത്തിന് ഒരു ബഹുനില കെട്ടിടം ഇടയായി. അതിന് മുകളിൽ ഒരു കുട്ടിയും ഒരു കുടുംബം താമസിച്ചിരുന്നു. തീ അങ്ങ് ആളിക്കത്തി കുഞ്ഞു കിടന്ന് ഉറങ്ങുമായിരുന്നു. 3 വയസ്സുള്ള ഒരു കുട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. എല്ലാവരും അപ്പനും അമ്മയും ഓടി താഴെ ഇറങ്ങി വന്ന് എല്ലാവരും വന്നപ്പോഴേ അവർക്ക്, അയ്യോ എൻ്റെ കൊച്ചു മോളിൽ കിടക്കുക, അതിനെ വിളിച്ചില്ല, അയ്യോ എൻ്റെ കുട്ടി മുകളിൽ. അവർ നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ എൻ്റെ കുട്ടി മുകളിലായിരിക്കുമ്പോൾ. അവർ കയറാൻ തുടങ്ങിയപ്പോൾ ഫയർഫോഴ്സ് എഴുതുന്നില്ല, കയറാൻ പറ്റത്തില്ല, ആര് കയറിയാലും നിങ്ങൾ ഇനി തിരിച്ചു വരുത്താൻ നിങ്ങൾ ചത്തുപോകും. അല്ലെ എൻ്റെ കുട്ടി മുകളിലിരിക്കുക, കുട്ടിയെ പുറത്ത് വിളിക്കുക, വരാന്തയിൽ വരാൻ പറയാം, ഞങ്ങൾ താണ്ട് നെറ്റുണ്ട്, ഞങ്ങൾ പിടിച്ചോളാം, ചാടാൻ പറയാം, ഞാൻ പിടിച്ചോളാം. അവർ നെറ്റ് പിടിച്ചു കൊടുത്ത് കൊച്ചിനോട് ചാടാൻ പറഞ്ഞു. പക്ഷെ കൊച്ചു ചാടത്തില്ല. മോൻ്റെ പേര് വിളിച്ചോ, മോനെ നീ ചാടെന്ന് പറഞ്ഞു. അവൻ ചാടത്തില്ല. ഫയർഫോഴ്സുകാർ പറഞ്ഞു, ദാണ്ട് ഞാൻ നെറ്റ് പിടിച്ചിരിക്കുകയാണ്, നീ ഇതിനകത്തോട്ട് ചാടിക്കോ, സുരക്ഷിതമായിട്ട് ഇതിനകത്ത് നിൽക്കുന്നീ, ഞങ്ങൾ ദാണ്ട് നെറ്റ് പിടിച്ചിരിക്കുക. അവൻ ചാടത്തില്ല. അവന് പേടിയാ, അവൻ ചാടത്തില്ല. അവസാനം അവൻ്റെ അപ്പൻ പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം എടുത്ത് മാറ്റി നിങ്ങൾ മാറ്, ഞാൻ എൻ്റെ മോനെ രക്ഷിച്ചോളാം. അപ്പൻ മുന്നോട്ട് വന്ന് 2 കൈകളും ഇങ്ങനെ നെറ്റി പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത് നിൻ്റെ ഡാഡിയാ, നിൻ്റെ ഡാഡിയാണിത്. നിന്നെ പല പ്രാവശ്യം ഞാൻ മുകളിലോട്ട് വലിച്ചെറിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ശക്തമുള്ള കൈകളാണിത്. നിന്നെ താങ്ങുവാൻ ഈ കരങ്ങൾക്ക് സാധ്യമാണ്. നിന്നെ എത്ര പ്രാവശ്യം ഞാൻ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നു. നീ ദാണ്ട നിൻ്റെ ഡാഡിയുടെ കൈകളാണ്, നീ ചാടിക്കോ, നിൻ്റെ ഡാഡി നിന്നെ പിടിച്ചുകൊള്ളാം. അവൻ ഡാഡിയുടെ വിരിച്ചു പിടിച്ചിരിക്കുന്ന കൈകളിലേക്ക് നോക്കിയിട്ട് കണ്ണുമടച്ച് ഒരൊറ്റ ചാട്ടം അപ്പൻ്റെ കൈകളിലേക്ക്. സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിക്കുകയാണ്. നീ ചാടാൻ പറയുകയാണ്, എൻ്റെ കൈകളിലേക്ക് നീ ചാടുക, ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം, ഞാൻ നിന്നെ കരുതിക്കൊള്ളാം, നീ ചാടിക്കോ. എന്തിനാ മടിക്കുന്നത്? ഈ പ്രാർത്ഥന അതിനായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇടയനും രക്ഷിതാവും ആയിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ, അവൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകുകയും സമൃദ്ധിയായി ഉണ്ടാകുകയും ചെയ്യും. അതിന് നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, തമ്പുരാന്റെ കരങ്ങളിലേക്ക് എടുത്ത് ചാടുക. അവൻ നിന്നെ മാടി വിളിക്കുകയാണ്, നീ എടുത്ത് ചാട്, എൻ്റെ കൈകളിലേക്ക് ചാട്, ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. ഇതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ രത്നജീവിതം. തമ്പുരാൻ നിങ്ങളെ താങ്ങിക്കൊള്ളും. ഈ പ്രാർത്ഥനയെ, ഈ ഉപവാസ പ്രാർത്ഥനയെ, ഈ കൂട്ടായ്മയെ സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയെ ഉദ്ഘാടനം ചെയ്തതായി ദൈവസ്നേഹത്തിൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.